ഇതെൻ്റെ മകൻ ആരോൺ. അവന് 2-3 വയസ്സ് പ്രായമുള്ള സമയം തൊട്ട് ചെറിയ രീതിയിൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഇഷ്യൂസ് കണ്ടു തുടങ്ങിയിരുന്നു. കുറച്ചൊക്കെ ഒരു മെഡിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരമില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഇത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടും വളരെയേറെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എനിക്ക് കൃപാസനത്തിലൊരു പത്രം തന്നു. പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് ഈ പത്രം എൻ്റെ കയ്യിൽ തന്നിട്ട് സിസ്റ്റർ ഒന്ന് പോയി നോക്കൂ എന്ന് മാത്രം പറഞ്ഞു. നിയോഗങ്ങൾ 6 എഴുതണം അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമുക്കൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, നമ്മളിതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് വേണമോ ദൈവം മനസ്സിലാക്കാൻ? അല്ലല്ലോ. ആദ്യം ഈ കുട്ടി അടങ്ങിയിരുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പമാണ്. ഉടമ്പടി വസ്തുക്കളും ആയ തേന്, ഉപ്പ് ഇവ കൊടുക്കുമായിരുന്നു സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. മറ്റാരോടും ഒരു പരാതിയും പറഞ്ഞില്ല, ആരോടും ഇത് പ്രശ്നത്തെപ്പറ്റിയും പറഞ്ഞില്ല. ഞാൻ അതിനുശേഷം ഡോക്ടർമാരുടെ അടുത്ത് പോയപ്പോൾ അവർ എന്നോട് ചോദിച്ചത് മെഡിസിനൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇതുവരെ ഒരു മെഡിസിനും കൊടുത്തിട്ടില്ല. അപ്പം വലിയ മാറ്റമുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ എനിക്ക് വൈദ്യന്മാരിൽ വൈദ്യനായ കർത്താവായ യേശു ക്രിസ്തുവിൽ മാധ്യസ്ഥ അപേക്ഷിക്കാൻ ശക്തിയുള്ള ഒരു വ്യക്തിയെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്തു തന്നാണെന്ന് പറഞ്ഞു. എൻ്റെ പേര് ജെയ്മി. ഇതെൻ്റെ മകൻ ആരോൺ. ഞങ്ങൾ കോട്ടയം തലോലപ്പറമ്പിൽ നിന്ന് വരുന്നു. ഞാനൊരു യാക്കോബ സഭാംഗമാണ്. ഇനി ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ഇതെൻ്റെ മകൻ ആരോൺ. അവന് 2-3 വയസ്സ് പ്രായമുള്ള സമയം തൊട്ട് ചെറിയ രീതിയിൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഇഷ്യൂസ് കണ്ടു തുടങ്ങിയിരുന്നു. കുറച്ചൊക്കെ ഒരു മെഡിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരമില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഇത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടും വളരെയേറെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എനിക്ക് കൃപാസനത്തിലൊരു പത്രം തന്നു. പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് ഈ പത്രം എൻ്റെ കയ്യിൽ തന്നിട്ട് സിസ്റ്റർ ഒന്ന് പോയി നോക്കൂ എന്ന് മാത്രം പറഞ്ഞു. നിയോഗങ്ങൾ 6 എഴുതണം അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമുക്കൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, നമ്മളിതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് വേണമോ ദൈവം മനസ്സിലാക്കാൻ? അല്ലല്ലോ. ആദ്യം ഈ കുട്ടി അടങ്ങിയിരുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഒപ്പമാണ്. ഉടമ്പടി വസ്തുക്കളും ആയ തേന്, ഉപ്പ് ഇവ കൊടുക്കുമായിരുന്നു സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. മറ്റാരോടും ഒരു പരാതിയും പറഞ്ഞില്ല, ആരോടും ഇത് പ്രശ്നത്തെപ്പറ്റിയും പറഞ്ഞില്ല. ഞാൻ അതിനുശേഷം ഡോക്ടർമാരുടെ അടുത്ത് പോയപ്പോൾ അവർ എന്നോട് ചോദിച്ചത് മെഡിസിനൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇതുവരെ ഒരു മെഡിസിനും കൊടുത്തിട്ടില്ല. അപ്പം വലിയ മാറ്റമുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ